ഞാൻ വിചാരിച്ച് ഒന്ന് അവൽ ഇതൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതുവരെ 1-2 വട്ടം ചെയ്തിട്ടുണ്ട്, അന്നേരം ഒന്നും ശരിയായിട്ടില്ല, എല്ലാം പാളിപ്പോയിട്ടുണ്ട്. ഒരു വട്ടം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനൊരു 1/2 കിലോ അവലെടുത്ത് അതൊന്ന് ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് ഞാൻ വറുത്ത് തണുക്കാനായിട്ട് മുറത്തിനകത്ത് ഇട്ട് വെച്ച്. കുറച്ച് വറുത്ത് കഴിഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയത് ഇതൊന്ന് വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ച്. അപ്പോൾ ഇതൊന്ന് നല്ലതായിട്ടൊന്ന് വറുത്തുകൊണ്ട് വരട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ശരിയാക്കാം. ഞാൻ അവലെല്ലാം വറുത്ത് ഒരു മുറത്തിനകത്തിട്ട് വെച്ചിട്ടുണ്ട്. ഒരുണ്ട ശർക്കര ഉരുക്കിയെടുക്കാം. ഇനി തേങ്ങയൊന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് തേങ്ങ, ഒരു അരമുറി തേങ്ങ ഞാൻ തിരുമ്മി എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടി ഒരു ശകലം നെയ്യ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്, അടിക്ക് പിടിക്കാതിരിക്കും. തേങ്ങ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ അങ്ങനെ ഒരു ശകലം ചുവന്ന കളറായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ശർക്കര പാനിയാക്കി വെച്ചേക്കുന്ന അതങ്ങ് ഒഴിക്കാം. ശർക്കര പാനിയാക്കിയത് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കിടന്ന് ഇതൊന്ന് പറ്റട്ടെ. അതിനകത്ത് ചേർക്കാൻ വേണ്ടി കുറച്ച് തേങ്ങാക്കൊത്തി ഞാൻ എടുത്തിട്ടുണ്ട്, മുന്തിരി എടുത്തിട്ടുണ്ട്, കശുവണ്ടി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, കുറച്ച് പൊട്ടുകടല എടുത്തിട്ടുണ്ട്. ഇത്രയൊന്ന് നെയ്ക്കകത്ത് വറുക്കാം. ഇതിനായിട്ട് ഒരു 2 സ്പൂൺ നെയ്യ് ഞാൻ ഇട്ടിട്ടുണ്ട്. നെയ്യെല്ലാം ചൂടായി അതിനകത്തോട്ട് തേങ്ങാക്കൊത്തിടാം. തേങ്ങാക്കൊത്തൊന്നും നോക്കാം. അതിൻ്റെ അടുത്തടുപ്പേ തന്നെ ഇത് വെച്ചേക്കുന്നത്. ഇത്രയും ആയിട്ടുണ്ട്, പറ്റിയില്ല. തേങ്ങയെല്ലാം മൂത്തിട്ടുണ്ട്. ഇനിയും കശുവണ്ടിയില. ശകലം ഒന്ന് ചുമക്കും. കറിവേപ്പിലയും ഉണക്കമുന്തിരിയും കൂടെ, ഇനി പൊട്ടുകടലയും കൂടെ. ഇങ്ങനെ അതെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. അറിയത്തില്ല, ചൂടാകണമെന്ന് തോന്നുന്നു. ശകലം കൂടെ വെള്ളം വറ്റട്ടെ. എന്തായാലും ഇത്രയും ഏലക്ക ഞാൻ എടുത്തിട്ടുണ്ട്. ഇതും 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. 1 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇതിനി നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അവലെല്ലാം സെറ്റായിട്ടുണ്ട്. ഞാനെല്ലാം തത്തിപ്പൊത്തിക്ക ഒന്ന് വെച്ചേക്കുക. 2 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് കുതിർന്ന് നല്ലതാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.